ഹായ്, ഐ ആം ഷമീർ. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാവ് ബീൻ ആൻഡ് ഹാസ് ബീൻ. ഹാവ് ബീൻ അതായത് ഹാവ് ബീൻ എന്നും പറയും. ഹാവ് ബീൻ ആൻഡ് ഹാസ് ബീൻ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് എൻ്റെ ഒരു വ്യൂവർ ചോദിച്ചതാണ്, കമൻറ്റിൽ ചോദിച്ചതാണ്. ഇതിൻ്റെ ഉപയോഗത്തെ പറ്റി വിശദീകരിക്കാമോ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദിഷു എന്നാണ് പേര് വ്യൂവർ. അപ്പം അവരുടെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് ഇങ്ങനെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ കാരണം. ഓക്കെ, പൊതുവെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു പാർട്ട് തന്നെയാണ് ഹാവ് ബീൻ ആൻഡ് ഹാസ് ബീൻ. അതായത് ഉദാഹരണം സഹിതം ഞാൻ പറഞ്ഞു തരാം. ഒരു പ്രവൃത്തി മുമ്പ് തുടങ്ങി, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അവസരത്തിലാണ് ഈ ഹാവ് ബീൻ ഹാസ് ബീൻ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാവ് ബീൻ എവിടെ ഉപയോഗിക്കണം, അതായത് ഹാവ് ബീൻ എവിടെ ഉപയോഗിക്കണം, അതായത് പ്ലൂരൽ സബ്ജക്റ്റുകളോട് കൂടെ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞതാണ്. അതായത് ഐ, ഞാൻ, യു, നിങ്ങൾ, അല്ലെങ്കിൽ നീ, വി, നമ്മൾ, ഞങ്ങൾ, ദേ, അവർ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഹാവ് ബീൻ. ഇപ്പോൾ സിംഗുലർ സബ്ജക്റ്റുകളാണെങ്കിൽ അതായത് ഹി, അവൻ, ഷി, അവൾ, ഇറ്റ്, അത്, ഒരാളുടെ പേര്. ഇപ്പോൾ സമീർ ഹാസ് ബീൻ, ബഷീർ ഹാസ് ബീൻ, ഇങ്ങനെയാണ് പറയാം. ഇതൊക്കെ പറയുമ്പോൾ ഒന്നുള്ളൂ. അവൻ, അവൾ, അല്ലെങ്കിൽ ബഷീർ, സമീർ, ഇറ്റ്, അതായത് അത്, ഇതൊക്കെ പറയുമ്പോൾ ഒന്നാണ്, അത് സിംഗുലർ ആണ്. അതിൻ്റെ കൂടെ ഹാസ് ബീൻ. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ഒരു ഓഫീസിൽ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കതങ്ങനെ പറയാം, ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. ഇപ്പോൾ പറയാണ്, രാവിലെ മുതൽ ബഷീർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബഷീർ ഹാസ് ബീൻ വാച്ചിങ് TV സിൻസ് മോർണിംഗ്. അപ്പം ഇവിടെ മുതൽ ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 മണി മുതൽ 9 മണി മുതൽ അല്ലെങ്കിൽ രാവിലെ മുതൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിന് സിൻസ് എന്ന് പറയും. പക്ഷെ ഇത്ര മണിക്കൂറായിട്ട്, ഇത്ര ദിവസമായിട്ട്, ഇത്ര വർഷമായിട്ട് ഇതൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഫോർ. ഇപ്പോൾ പറയാണ്, ബഷീർ ഹാസ് ബീൻ വാച്ചിങ് ടെലിവിഷൻ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ബഷീർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സിൻസ് ആണ്, രാവിലെ മുതൽ. അല്ലെങ്കിൽ 8 മണി മുതലാണെങ്കിൽ സിൻസ് അറ്റ് 8, സിൻസ് 8 o'clock. ഇങ്ങനെ ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ട് ഇവിടെ 2 hours. ഇപ്പോൾ 2 ദിവസമായിട്ട് ഫോർ 2 days. ഇങ്ങനെയാണ്. 10 വർഷമായിട്ട് ഫോർ 10 years. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സെന്റൻസുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയാണ്, 2 മണിക്കൂറായിട്ട് അവൻ അവന്റെ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 2 മണിക്കൂറായിട്ട് അവൻ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ഹി ഹാസ് ബീൻ ക്ലീനിങ് ഹിസ് റൂം ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് അവൻ അവന്റെ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ ക്ലീനിങ് ഹിസ് റൂം ഫോർ 2 hours. പക്ഷെ രാവിലെ മുതൽ അവൻ അവന്റെ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ ക്ലീനിങ് ഹിസ് റൂം സിൻസ് മോർണിംഗ്. ഇവിടെ മുതൽ, അതുകൊണ്ട് സിൻസ് ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. അപ്പം ഹി ഹാസ് ബീൻ ക്ലീനിങ് ഹിസ് റൂം സിൻസ് മോർണിംഗ്. ഓക്കെ, അപ്പൊ രാവിലെ മുതൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത്തരം അവസരങ്ങളിലാണ് ഹി ഹാസ് ബീന് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഹാസ് ബീൻ എവിടെ ഉപയോഗിക്കണം, ഹാസ് ബീൻ എവിടെ ഉപയോഗിക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ പറയാണ്, 3 വർഷത്തോളമായി അവൻ ഒരു ആശാരിയാണ്. അപ്പോൾ അങ്ങനെ പറയും, ആശാരിക്ക് എന്താണ്? കാർപ്പൻ്റർ. അപ്പോൾ അങ്ങനെ പറയും, ഹി ഹാസ് ബീൻ എ കാർപ്പൻ്റർ ഫോർ 3 years. ഹി ഹാസ് ബീൻ എ കാർപ്പൻ്റർ ഫോർ 3 years. അപ്പോൾ 2017 മുതൽ അവനൊരു ആശാരിയാണ്. 2017 മുതൽ അവൻ ആശാരിയാണ്. ഹി ഹാസ് ബീൻ എ കാർപ്പൻ്റർ സിൻസ് 2017. അപ്പോൾ ഇന്ന വർഷം മുതൽ. അപ്പം എന്താണ്? സിൻസ് 2017. അടുത്തത്, രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുക. 7 വർഷത്തോളമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പറയും, 7 വർഷത്തോളമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്
for 7 years. I have been studying English for 7 years. അടുത്തത് അവ 2012 മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിൻസ് ആണ്. അപ്പൊ അങ്ങനെ പറയും മുതൽ സിൻസ്. അപ്പൊ അങ്ങനെ പറയും ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സിൻസ് 2012. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സിൻസ് 2012. അടുത്തത് 25 വർഷമായിട്ട് അവർ വിവാഹിതരാണ്. അതായത് ഇപ്പോഴും അവർ വിവാഹിതരായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ പറയും ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 25 years. They have been married for 25 years. എന്താണ് 1990 മുതൽ അവർ വിവാഹിതരാണ്. അതായത് 1990 മുതൽ ഇപ്പോഴും അവര് കല്യാണം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ എങ്ങനെയാണ് ദേ ഹാവ് ബീൻ മാരീഡ് സിൻസ് 1990. ദേ ഹാവ് ബീൻ മാരീഡ് സിൻസ് 1990. അതായത് ഇത്ര ഇന്ന വർഷം മുതൽ. അപ്പൊ നമ്മൾ പഠിച്ചതാണ് സിൻസ് ആണ്. ദേ ഹാവ് ബീൻ മാരീഡ് സിൻസ് 1990. അതുപോലെ 6 മണിക്കൂറായിട്ട് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുമ്പ് തുടങ്ങി ഇപ്പോഴും 6 മണിക്കൂറോളായി അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 6 hours. ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 6 hours. ഇത്ര മണിക്കൂറായിട്ട്. അപ്പൊ എന്താണ് ആ ഡ്യൂറേഷൻ പറയാനാവുമ്പോൾ 4 ആണ്. 6 hours. 5 മണിക്കൂറാണെങ്കിൽ 5 hours. ഇങ്ങനെ. അതുപോലെ പറയാണ് 2 മണിക്കൂറായിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ വാക്കിംഗ് ഫോർ 2 hours. വി ഹാവ് ബീൻ വാക്കിംഗ് ഫോർ 2 hours. അപ്പോൾ ഞങ്ങൾ 8 മണി മുതൽ രാത്രി 8 മണി മുതൽ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ റീഡിംഗ് സിൻസ് 8 PM. വി ഹാവ് ബീൻ റീഡിംഗ് സിൻസ് 8 PM. അതുപോലെ പറയാണ് ഒരുപാട് വർഷമായിട്ട് നീ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ മെനി ഇയേഴ്സ്. യു ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ മെനി ഇയേഴ്സ്. അപ്പൊ പറയാണ് കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയും ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് 7 years. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് 7 years. പറയാണ് ഒരുപാട് വർഷത്തോളമായിട്ട് ഞാൻ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഫോർ മെനി ഇയേഴ്സ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ പറയാണ് ഒരുപാട് വർഷത്തോളമായിട്ട് അവർ ദാരിദ്ര്യത്തിലാണ്. ദാരിദ്ര്യത്തിന് എന്താണ് പോവേർട്ടി അല്ലെ. അപ്പോൾ ദേ ഹാവ് ബീൻ സഫറിംഗ് പോവേർട്ടി ഫോർ മെനി ഇയേഴ്സ്. ദേ ഹാവ് ബീൻ സഫറിംഗ് പോവേർട്ടി ഫോർ മെനി ഇയേഴ്സ്. അതുപോലെ തന്നെ പറയാണ് 3 മണിക്കൂറായിട്ട് അവൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷി ഹാസ് ബീൻ കുക്കിംഗ് ഫുഡ് ഫോർ 3 hours. ഷി ഹാസ് ബീൻ കുക്കിംഗ് ഫുഡ് ഫോർ 3 hours. അപ്പോൾ 3 മണിക്കൂറായിട്ട് അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പറയും ഷി ഹാസ് ബീൻ ടീച്ചിങ് ഫോർ 3 hours. അപ്പൊ എന്താണ് ആ വേർബ് ക്രിയ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഹാസ് ബീൻ എവിടെ ഉപയോഗിക്കണം, ഹാസ് ബീൻ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത്. അതുപോലെ ഫോർ എവിടെ ഉപയോഗിക്കണം, സിൻസ് എവിടെ ഉപയോഗിക്കണം എന്നെല്ലാം. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ സിംഗുലർ, പ്ലൂരല്, അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഹാവ് ബീൻ എവിടെയാണ്, ഹാസ് ബീൻ എവിടെയാണ്, ഫോർ എവിടെയാണ്, സിൻസ് എവിടെയാണ്, ഇത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും വീണ്ടും പറയുക, കേൾക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.